നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മത്സരം കൂടുതൽ ശക്തമായി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച ആ ഒരു സീറ്റിലേക്കുള്ള മത്സരമാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, PV അൻവർ എന്നീ 3 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണിപ്പോൾ മത്സര രംഗത്തുള്ളത്. ഇന്നലെ കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയാണിപ്പോൾ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ കൃത്യമായി എല്ലാ മാസവും 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട്. 62 ലക്ഷത്തോളം ആളുകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് അവരുടെ അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളോ എത്തി വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ 2 മാസത്തെ മാത്രമാണ് കുടിശ്ശികയുള്ളത്. മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം ഒരു കുടിശ്ശിക കൂടി, 3 മാസത്തെ പെൻഷൻ തുകയായിരുന്നു കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്താണ് മെയ് മാസത്തിൽ ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്തത്. ഏപ്രിൽ 14-ാം തീയതിക്ക് മുൻപ് തന്നെ വിഷുവിനോടനുബന്ധിച്ചുള്ള പെൻഷൻ നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ 5 മാസത്തോളം പെൻഷൻ സംസ്ഥാനത്ത് കുടിശ്ശിക ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 3 ഗഡുക്കൾ 3 ഘട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് വിതരണം ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി 2 ഗഡു പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇതും ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് നേരത്തെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഇന്നലെ നിലമ്പൂര് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗത്തിൽ നമ്മുടെ KC വേണുഗോപാൽ അറിയിച്ചത് ഇങ്ങനെയാണ്: പെൻഷൻ കൊടുക്കുന്നത് വോട്ടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങുന്നു എന്ന ഒരു പ്രസ്താവനയാണ് ഇന്നലെ KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പൊതുവേദിയിൽ ഉണ്ടായത്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ എന്താ കൈക്കൂലിക്കാരാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും എന്തേ കൈക്കൂലിക്കാരാണോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പല സംഘടനകളും ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രസ്താവനയെ കൊണ്ടുപോയി. LDFിനോടൊപ്പം ചേർന്നുകൊണ്ട് പെൻഷൻ സംഘടനകളാകെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുണ്ടത്. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നിനിയും വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കണ്ടറിയാം. പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: ഈ മാസം 2025 മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. മെയ് മാസം 25-നാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് മാസം 24 വരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനായി സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയാണ് നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കയ്യിൽ കരുതാൻ മറക്കരുത്. ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ മസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന OTP വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. നമുക്കറിയാം, ഇപ്പോൾ 2024 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ 2025 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിലേ നമുക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ അനുവദിച്ച് കിട്ടുകയുള്ളൂ. ഇതിനായി എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലേക്ക് എത്തി ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് 50 രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഫീസായി ഈടാക്കിയിരുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ എത്തി അവിടെ നിന്നും മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി 30 രൂപയും അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കാറുണ്ട്. ഇതിൽ കൂടുതൽ പൈസയൊന്നും ഇതുവരെയും സംസ്ഥാന സർക്കാർ ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങൾക്ക് വാങ്ങുവാനുള്ള അനുമതി നൽകിയിട്ടില്ല എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്